ജമീലത്തെ ഞാനത് വെറുതെ കൊടുക്കുന്നതല്ല, കടമായിട്ട് കൊടുക്കുന്നതാ. കടം കൊടുക്കാൻ അയാൾ നിന്റെ ആരാണെന്ന് കൂടി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്താ. അയാൾക്ക് കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്, അവരോട് ചോദിച്ചൂടെ? നിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ മാത്രം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങളൊക്കെ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യം നീ ഉണ്ടാക്കുന്നു പറയും. ആ കോൺട്രാക്ടർ എന്തിനാ ഇവിടെ വരുന്നത്? അയാൾ നിന്റെ ആരാ? അയാളെ പറ്റി നിനക്ക് എന്തറിയാം? ആ ജമീലത്ത, അകത്തേക്ക് കയറി വരി, ഞാൻ ചായ ഉണ്ടാക്കാം. ചായ ഇപ്പൊ അങ്ങോട്ട് കുടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നിന്നോടൊരു ഉപകാരം ചോദിക്കാൻ വന്നത്. എന്താ ജമീലത്ത? എനിക്ക് ഒരു 5000 രൂപ വായ്പ വേണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് തരാം. അതിപ്പോ അത്രയ്ക്ക് വലിയൊരു സംഖ്യ എൻ്റെ അടുത്തില്ലല്ലോ. എത്രയാ ഉള്ളത്? 1000-ന് താഴെ കാണും. അത് ഞാൻ വിശ്വസിക്കില്ല. കാരണം നീ ഇന്നലെ ബാങ്കിലേക്കാ പോയെന്ന് എനിക്കറിയാം. തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിട്ടാവും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തരണതും വാങ്ങണതും. എന്നാ പിന്നെ ബാങ്കിൽ നിർത്ത കാശ് എനിക്കിതാ, ഒരു അത്യാവശ്യത്തിന്. അത് പിന്നെ ഞാൻ മതി. അത് കേൾക്കാനാ ഇത്രയും നേരം ഞാൻ ചോദിച്ചത്. എനിക്ക് കാശിനാവശ്യമായിട്ടല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? എന്താന്ന് ഞാൻ വളച്ചുകെട്ടി പറഞ്ഞു, നീയാണെങ്കിൽ മനസ്സിലാകാത്ത പോലെ ഭാവിച്ചും കുറെ സമയം കളഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാത്രമല്ല, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നും എൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നാ പറയ്, എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ അവസ്ഥ എന്താന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങളൊക്കെ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യം നീ ഉണ്ടാക്കുന്നു പറയും. ആ കോൺട്രാക്ടർ എന്തിനാ ഇവിടെ വരുന്നത്? അയാൾ നിന്റെ ആരാ? അയാളെപ്പറ്റി നിനക്ക് എന്തറിയാം? അയാൾക്ക് നീ കൊടുക്കുന്ന കാശ് എവിടുന്നാ കിട്ടുന്നതെന്ന് നിനക്കറിയോ? അതിലെ 1 രൂപയിലും അബ്ബാസുഖിന്റെ വേർപ്പിന്റെ മണമില്ലേ നിസ? ജമീലത്തെ ഞാനത് വെറുതെ കൊടുക്കുന്നതല്ല, കടമായിട്ട് കൊടുക്കുന്നതാ. കടം കൊടുക്കാൻ അയാൾ നിന്റെ ആരാണെന്ന് കൂടി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്താ. അയാൾക്ക് കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്, അവരോട് ചോദിച്ചൂടെ? നിന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ മാത്രം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ അയാൾക്ക് കൊടുത്ത കാശ് മുഴുവൻ തിരിച്ചു വാങ്ങണം. മേലിൽ ഈ വഴിക്ക് വരരുതെന്ന് നീ തുറന്നു പറയണം. മോളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, നീ പഴയ അനീസിയാവണം. നീ വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള എൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് വന്നിട്ട് ആഴ്ചകളായി. അതുപോട്ടെ, നിന്റെ സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ നിനക്കിപ്പോൾ ആവുന്നില്ല. ഒക്കെ പോട്ടെ, നിനക്കും മക്കൾക്കും വേണ്ടി ഒരു മനുഷ്യൻ മരുഭൂമി കിടന്നുരുകുന്നത് നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ആ മനുഷ്യൻ ഇത്രയും കാലം ഇതൊന്നും അറിയാത്തത് പടച്ചോനൊരു മറയിട്ടത് കൊണ്ടാ. നിന്റെ മനസ്സിൽ ധാരാളം നന്മകൾ അവശേഷിക്കുന്നു എന്ന കാരണം കൊണ്ട്. ആ നന്മകൾ എന്നാണോ നിന്നിൽ നിന്നില്ലാതാവണത്, അന്ന് പടച്ചോൻ ആ മറയും നീക്കിക്കളയും. അത് നീ സൂക്ഷിക്കണം.